നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q1B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. നമുക്കെല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ളൊരു ഫുഡ് ഐറ്റമാണ് ഈ ബ്രെഡ് എന്നൊക്കെ പറയുന്നത്. പല രീതിയിലുള്ള കോമ്പിനേഷനിൽ നമ്മളത് കഴിക്കാറുണ്ട്. ചില ആളുകൾക്ക് വലിയ താല്പര്യമില്ല, പക്ഷേ അവർ ചിലപ്പോൾ പനിയോ മറ്റെന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുന്ന സമയത്തും ബ്രെഡ് കഴിക്കാറുണ്ട്. അപ്പോൾ ബ്രെഡ് ഇങ്ങനെ കഴിക്കുന്നത് ചില ആളുകൾ എല്ലാ ദിവസവും കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ബ്രെഡ് ഇങ്ങനെ എല്ലാ ദിവസവും കഴിക്കുന്നതൊക്കെ നല്ലതാണോ? ഇതിങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരുമോ എന്നുള്ള ഡൗട്ട്സൊക്കെ ഒരുപാട് പേർക്കുണ്ട്. അപ്പം ബ്രെഡിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾ പല രീതിയിലുള്ള ബ്രെഡുകൾ കണ്ടിട്ടുണ്ടായിരിക്കാം. വീറ്റ് ബ്രെഡ്, അതുപോലെ തന്നെ ഹോൾ ഗ്രെയിന്, അങ്ങനെയുള്ള ബ്രെഡുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പം ഇതിങ്ങനെ ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ദോഷം ചെയ്യും. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ബ്രെഡൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് പലർക്കും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ലിവർ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നു, ഒബെസിറ്റി, പൊണ്ണത്തടി പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നു. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും ബ്രെഡ് കഴിക്കുന്നതൊന്നും നല്ലതല്ല. പിന്നെ ബ്രെഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. അപ്പോൾ ബ്രെഡ് ഉണ്ടാക്കിയിരിക്കുന്നത് മെയിനായിട്ടും മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വൈറ്റ് കളറിലുള്ള ബ്രെഡ്. കോമൺലി നമ്മളെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രെഡ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് ബ്രെഡാണ്. പിന്നെ വീറ്റ് കൊണ്ടുള്ള ബ്രെഡ്, നിങ്ങളൊരു ബ്രൗൺ കളറിലുള്ളൊരു ബ്രെഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. മൾട്ടിഗ്രെയിൻ ആയിട്ടുള്ള ബ്രെഡ് ഉണ്ട്, അതുപോലെ തന്നെ ഹോൾ ഗ്രെയിൻ ബ്രെഡൊക്കെ ഇപ്പം അവൈലബിൾ ആണ്. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ടൈപ്പ് ഓഫ് ബ്രെഡുകൾ. പക്ഷെ നമുക്കിതിൽ കൂടുതലും കഴിക്കാൻ ഇഷ്ടം ആ ഒരു വൈറ്റ് ബ്രെഡാണ്. അതാണ് നമുക്കൊരു മിക്സിങ്ങിൽ, അപ്പം നിങ്ങളൊരു ബ്രെഡും ജാമും അല്ലെങ്കിൽ ബ്രെഡ് ഓംലേറ്റ് എന്നൊക്കെ പറഞ്ഞ് കഴിക്കുന്നുണ്ടായിരിക്കാം, സാൻഡ്വിച്ച് കഴിക്കുന്ന ഇതിലൊക്കെ തന്നെ ബ്രെഡ് അല്ലെങ്കിൽ ബൺ ഐറ്റംസ് ആണ് കൂടുതലും വരുന്നത്. അപ്പം അത് പ്രശ്നമാണ്. കാരണം അത് ഉണ്ടാക്കുന്നൊരു പ്രിപ്പറേഷൻ നമ്മൾ നോക്കിക്കഴിയുന്ന സമയത്ത് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് മൈദ കൊണ്ടായിരിക്കാം. ഇപ്പോൾ വീറ്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ടും വീറ്റൊന്നും അല്ല മിക്സ് ആക്കുന്നത്, അല്ലേ? അപ്പോൾ വീറ്റിന് പകരം ഈ മൈദയും കാരമലും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കളർ കിട്ടും. അപ്പം ആ ഒരു രീതിയിലും ബ്രെഡ് എന്ത് ചെയ്യാം, മേക്ക് ചെയ്യാം. അപ്പം നമ്മുടെ നാടുകളിലൊക്കെ കിട്ടുന്ന വീറ്റ് ബ്രെഡ് എന്ന് പറയുന്നത് നമുക്ക് അത്രത്തോളം വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നതല്ല. അപ്പം എന്തൊക്കെയാണ് നോക്കുന്ന സമയത്ത് ഒന്ന് മൈദയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, രണ്ടാമതായിട്ട് അതിൻ്റെ അകത്ത് സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്, സോഡിയം ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഈസ്റ്റ് ഇടുന്നുണ്ട്. നമുക്കറിയാം ഈ ബ്രെഡ് നമ്മൾ കഴിക്കുന്നത് പാക്കറ്റിലാക്കി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു സോഫ്റ്റ്നെസ് ആണ്, നമുക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണല്ലോ അത് കിടക്കുന്നത്. ഇത്രത്തോളം അത് സോഫ്റ്റ് ആവാൻ അതിലോട്ട് ആഡ് ചെയ്യുന്നതാണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരും. അതാണ് ചില ആളുകൾ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനായിട്ട് എല്ലാ ദിവസവും ബ്രെഡ് കഴിക്കുന്ന വ്യക്തികളുണ്ട്, അവർക്കത് ബുദ്ധിമുട്ടാണ്. അപ്പം എപ്പോഴെങ്കിലും നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പ്രൗട്ടഡ് ബ്രെഡൊക്കെ കിട്ടും, അതൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഈ സ്പ്രൗട്ടഡ് ഗ്രെയിൻസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ബ്രെഡ് അത് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ചും കൂടി എന്താ ആഡ് ചെയ്യണം, വെജിറ്റബിൾസും സാലഡും, അല്ലെങ്കിൽ മുട്ടയാണെങ്കിലും അതിൻ്റെ കൂടെ ഒനിയനും ക്യാപ്സിക്കം ടൈപ്പ് ഓഫ് സാലഡ്സും കൂടി നിങ്ങൾ ആഡ് ചെയ്ത് കഴിക്കുന്നുണ്ടെങ്കിൽ വലിയൊരു കുഴപ്പമില്ല. എന്നാലും ഈസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്, അത് ബുദ്ധിമുട്ടാണ്. അതാണ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ ഒക്കേഷണലി ഒന്ന് കഴിച്ചെന്ന് കരുതിയിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ മന്ത്ലി വൺസ് ഒക്കെ നമ്മളൊരു തവണ ബ്രെഡൊക്കെ കഴിച്ചാൽ വലിയ കുഴപ്പമില്ല, അത് നമ്മളെ ബോഡിക്ക് അങ്ങ് താങ്ങാൻ പറ്റും. നിങ്ങൾ എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അത്ര ബുദ്ധിമുട്ട് വരില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന വ്യക്തികളുണ്ട്, അത് അവരിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും. ഈ ഈസ്റ്റ് നമ്മുടെ ബോഡീനകത്ത് ഇത് കൂടുതൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലും യൂറിക് ആസിഡ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടുതലായിട്ട് നിൽക്കുകയും ഇതിൻ്റെ ഭാഗമായിട്ട് ഗൗട്ടി ആർത്രൈറ്റിസ്, ജോയിൻറ്റ് കംപ്ലയിൻസുകൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺസ് ഉണ്ട്. അപ്പം ഈസ്റ്റിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം യൂറിക് ആസിഡിലോട്ടൊക്കെ നയിക്കും. അപ്പോൾ അതാണ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ടും സോഡിയം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് വലിയൊരു ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്നും വരുന്നില്ലെങ്കിലും ഇതിനകത്തോട്ട് സോഡിയം വരുന്നുണ്ട്. അപ്പം നിങ്ങളൊരു 5 പീസ് ബ്രെഡൊക്കെ കഴിക്കുന്ന വ്യക്തികളുണ്ട്, 5 പീസ് ബ്രെഡ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിലോട്ട് നല്ലൊരു അളവിൽ തന്നെയാണ് സോഡിയം എത്തുന്നത്. അപ്പം ഇതും നമുക്ക് പല ആരോഗ്യ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാം. നമുക്കറിയാം ഒരുപാട് സോഡിയമൊക്കെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിക്കൊക്കെ അത് പ്രശ്നം തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് മൈദയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫാറ്റി ലിവർ അല്ലെങ്കിൽ പൊണ്ണത്തടി എന്ന് പറഞ്ഞ ഒരു സ്റ്റേജിലോട്ട് പോവാം. ഡയബറ്റീസ് ഒക്കെ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ചെറുതായിട്ടൊരു സ്വീറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഷുഗർ ആഡ് ചെയ്തിട്ടും ഇത് ഉണ്ടാക്കാറുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഡയബറ്റീസ്, കൊളസ്ട്രോൾ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരാനുള്ള ചാൻസസും വളരെയധികം കൂടുതലാണ്. അപ്പം ഇങ്ങനെയുള്ള ബ്രെഡൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പം വളരെയധികം ശ്രദ്ധിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒക്കേഷണലി മാത്രം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതിനകത്ത് ഇതൊന്ന് ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട്. പൊട്ടാസ്യം ബ്രോമൈഡ് പോലെയുള്ള കെമിക്കൽസ് ബ്രെഡിനകത്ത് ആഡ്
ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ചീത്തയാകത്തില്ല. പിന്നെ ഒരുപാട് ദിവസം നമ്മൾ ഇത് പ്ലാസ്റ്റിക് കവറിൽ ഇങ്ങനെ വെച്ചിട്ടാണ് ഇത് കഴിക്കുന്നത്. പിന്നെ നിങ്ങൾ ഇത് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് വരുന്നതെന്ന്. റിഫൈൻഡ് വീറ്റ് ഫ്ലോർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ, ഇപ്പോൾ സൺഫ്ലവർ അല്ലെങ്കിൽ പാം ഓയിലൊക്കെയാണ് മെയിനായിട്ടും ഈ ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം അത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാലും ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ്. അപ്പം അതാണ് നിങ്ങൾ എല്ലാ ദിവസവും കഴിക്കുന്നത് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വേണം. അപ്പോൾ ഇനി അങ്ങനെ കഴിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ അതിൻ്റെ അളവൊക്കെ എന്ത് ചെയ്യാം, കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഈ പൊട്ടാസ്യം ബ്രോമൈഡൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് ഒരുപാട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തൈറോയ്ഡ് രോഗങ്ങളും കിഡ്നി കംപ്ലയിൻസും അലർജിക് പ്രശ്നങ്ങളും പിന്നെ ഇടയ്ക്കിടയ്ക്ക് തലവേദന, മൈഗ്രെയിൻ പോലുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ വീറ്റാണ് ഇപ്പോൾ എടുക്കുന്നതെങ്കിലും, വീറ്റ് ബ്രെഡാണ് എടുക്കുന്നതെങ്കിലും ചില വ്യക്തികളിൽ ഈ ഒരു ഗ്ലൂട്ടൻ കാരണം തൈറോയ്ഡ് ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ അത് അമിതമായിട്ട് കഴിക്കുന്നത് അത്ര ശരീരത്തിന് നല്ലതല്ല. അപ്പം അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഇതാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ബ്രെഡ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് ഇത് ഒട്ടും തന്നെ നല്ലതായിട്ടുള്ളൊരു ഫുഡല്ല. അങ്ങനെ എപ്പോഴെങ്കിലും നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഫുഡ് ഐറ്റം ഇല്ലെങ്കിൽ നമുക്കൊരു ഓപ്ഷനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നേ ആയിട്ടുള്ളൂ ബ്രെഡ് എന്ന് പറയുന്നത്. പിന്നെ ഒരു നേരം കഴിക്കുമ്പോൾ കൂടുതൽ അളവിൽ കഴിക്കാതിരിക്കുക. 3 ബ്രെഡൊക്കെ ഓക്കെ, പക്ഷെ അതിൽ കൂടുതൽ അളവിൽ നിങ്ങൾ ബ്രെഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പം സ്പ്രൗട്ടഡ് ഗ്രെയിൻ ബ്രെഡ്സൊക്കെ അവൈലബിൾ ആണ്. ആ ബ്രെഡൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് യൂസ് ചെയ്യുക. അത് ഈസ്റ്റ് വരുന്നുണ്ടെങ്കിലും അത് അത്ര ശരീരത്തിന് ഹാനികരമായിട്ട് വരുന്നില്ല. അപ്പോൾ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഒരുപാട് കാലം കഴിക്കാനല്ല ഞാനിത് പറഞ്ഞു തരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാസത്തിൽ ഒരു തവണയൊക്കെ കഴിക്കണമെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് കഴിക്കുക. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ നിങ്ങളിപ്പോൾ എന്ത് ബ്രെഡ് കഴിച്ചു കഴിഞ്ഞാലും എന്താണെങ്കിലും ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ മൈദേൻ്റെ അകത്തൊന്നും ഒട്ടും തന്നെ ഫൈബർ ഇല്ല, നാരുകളില്ല. അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഷുഗർ റിലീസ് ചെയ്യാനും അതുപോലെ തന്നെ കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ, കണ്ടിന്യൂസ് ആയിട്ട് ബ്രെഡ് കഴിച്ചു കഴിഞ്ഞാൽ മലബന്ധം വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പം അങ്ങനെ ഉള്ളൊരു ശീലമൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വെള്ളം കുടിക്കുക, നിങ്ങളുടെ ദാഹത്തിനനുസരിച്ച് വെള്ളം കുടിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ശരീരമൊക്കെ ഒന്ന് ഡീടോക്സിഫൈ ചെയ്യുക, വ്യായാമം ചെയ്യുക കൃത്യമായിട്ട്. പഞ്ചസാരേൻ്റെ അളവൊക്കെ കുറച്ചിട്ട് ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, ബ്രെഡും ജാമും എന്നുള്ള ഒരു കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഒഴിവാക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പല അസുഖങ്ങളും വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇനി ബ്രെഡ് വാങ്ങി കഴിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് എന്ത് കഴിക്കുക, ബ്രെഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളൊക്കെ ഉള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നന്ദി.